ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വടയാണ് ഉണ്ടാക്കണത്. അപ്പോൾ അത് ഞാൻ ഈ മുരിങ്ങയുടെ ഇല വെച്ചിട്ടാണ് വട ഉണ്ടാക്കണത്. മുരിങ്ങ ഇല നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണ്. പിന്നെ അയൺ നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹിമോഗ്ലോബിൻ നല്ലോണം കൂടാനും അതേപോലെ ബ്ലഡൊക്കെ നമുക്ക് നന്നായിട്ട് ഉണ്ടാവും മുരിങ്ങയുടെ ഇല നമ്മൾ അധികം കഴിച്ചാൽ. അതേപോലെ തന്നെ പ്രഷർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും പിന്നെ നല്ലോണം കാൽസ്യം അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലിൻ്റെയും അങ്ങനെയൊക്കെ നല്ല ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് നമുക്ക് ഈ മുരിങ്ങയുടെ ഇല കഴിക്കുന്നത്. അപ്പോൾ ആ മുരിങ്ങയുടെ ഇല വെച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് വട ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ എടുക്കണമെന്ന് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുരിങ്ങയില വട ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ മുരിങ്ങയില ഇത്രയും മുരിങ്ങയില എടുത്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയിലയൊക്കെ നമ്മളുടെ കണക്കിനനുസരിച്ചിട്ട് എടുത്തോളാം. എത്ര കൊണ്ട് നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്തോളാം. ഞാനിവിടെ ഇത്രയാണ് എടുത്തിരിക്കണത്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചി ഞാൻ ഇതേപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് അതും ഞാൻ ഇതേപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില വേണം. പിന്നെ കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഈ ഒരു വലിയ ബൗളിന് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ കണക്കാക്കിയിട്ട് ഞാൻ അര ബൗള്, ഈ ചെറിയ ബൗളിന് ഒരു അര ബൗൾ, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ നല്ലോണം ഉണ്ടാവും. അത്രയും ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം, നമ്മളുടെ ഉപ്പും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മുരിങ്ങയില വട ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമുക്ക് എന്നാലും ഇത് കുഴച്ച് വെക്കാനൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കടലമാവ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ അരിപ്പൊടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൂടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും അങ്ങോട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കട്ടെ. ഞാനിത് അതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ മുരിങ്ങയുടെ ഇല ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില പറഞ്ഞില്ലേ, അത് ഞാനൊന്നിങ്ങനെ ചെറുതാക്കി ആക്കിയിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു മണം ഇങ്ങോട്ട് വന്നോളൂ. ഇനി നമുക്ക് ഇത് അങ്ങോട്ട് കുഴച്ച് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളമാക്കാം. മുരിങ്ങയില നമുക്ക് ഏറ്റവും നല്ലതാണല്ലോ കഴിക്കുന്നത്. ഞാൻ ഇതേപോലെ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശയിലും ഞാൻ ഇതേപോലെ മുരിങ്ങയുടെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ടാക്കാറുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഞാൻ ഗ്യാസിൽ വെച്ചിരിക്കുന്നത്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ തിളച്ച് വന്നിട്ട് അങ്ങനെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങോട്ട് ഉരുട്ടി ഇട്ട് കൊടുക്കാം. ഞാൻ അടിയിൽ കുറച്ചൊരു വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ട്. അത് അടിയിൽ കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ആക്കിക്കോളൂ, അല്ലെങ്കിൽ വേണമെന്നൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ കണ്ടില്ലേ, അത് നമുക്ക് എത്ര കൊണ്ട് വലിപ്പം വേണം വെച്ചാൽ അതിനനുസരിച്ച് പരത്തിക്കോളാം കേട്ടോ. ഞാനൊരു ഇത്ര ഉള്ളതാണ് ആക്കണത്. ഇനി നമുക്കത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. അതും കൂടി
നമുക്കിനി ഇതൊന്നും ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തു. ഇനി ഒന്നും കൂടി ഇങ്ങോട്ട് ആയിക്കോട്ടെ. ഏകദേശമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം. ഞാനിതില് പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് 4 എടുത്തിരിക്കണത് കേട്ടോ. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കും എടുത്തോളാം. ഇനി നമുക്കിത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം. കണ്ടില്ലേ? നമുക്കൊന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനും നമുക്ക് ഇതേപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിനി ഇതങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾക്കിനി പച്ചമുളകിന് പകരം കുറച്ച് മുളക് പൊടി ഇടണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇടാം കേട്ടോ. ഞാൻ വെറും പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം. മുളക് പൊടി ലേശം ഇട്ടിട്ട് നമുക്ക് ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് രണ്ടും കൂടി ഇട്ടാലും കുഴപ്പമില്ല. ഞാനിവിടെ പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിത് ഇങ്ങോട്ട് വാങ്ങാം. കണ്ടില്ലേ? ഇനി ഞാനിതെല്ലാതും ഉണ്ടാക്കിയതിന് ശേഷം കാണിക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയില വട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കളറ് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു മുളക് പൊടി അതിലാക്കി കൊടുത്തോളോ, കുഴപ്പമുള്ളതല്ല. ഞാനിവിടെ പച്ചമുളക് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. എനിക്ക് പച്ചമുളക് മാത്രം ഇട്ടാനാണ് ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേണമെങ്കിൽ പച്ചമുളക് അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുത്തോളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് നാലിനി അടുത്ത വീഡിയോയിൽ കാണാം.